ഇന്ന് സെപ്റ്റംബർ 29 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നമ്മൾ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് ഓരോ ദിവസവും നമ്മൾ കുറച്ച് സമയം കറണ്ട് അഫേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ന്യൂസിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതെപ്പോഴും കോമ്പറ്റീഷൻ, പ്രത്യേകിച്ച് ഇൻ്റർവ്യൂസിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എന്നും സമയം കണ്ടെത്താൻ ശ്രമിക്കൂ. ഇന്ന് സെപ്റ്റംബർ 29 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ബീറ്റ് പാകിസ്ഥാൻ ബൈ 5 വിക്കറ്റ്സ് ഇൻ ദി ഏഷ്യ കപ്പ് ഫൈനൽ. ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ 5 വിക്കറ്റിനെ പരാജയപ്പെടുത്തി. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നൊരു വാർത്തയാണ്. വളരെ ആകാംക്ഷയോടുകൂടി തന്നെ എല്ലാവരും കാത്തിരുന്നൊരു വാർത്തയാണ് ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു മത്സരത്തിൽ ആര് ജയിക്കും എന്ന്. അതുപോലെ തന്നെ ഇന്ത്യക്ക് എത്രാമത്തെ ടൈറ്റിൽ ആണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 28 ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന 17ാമത് ഏഷ്യ കപ്പ് ആരാണ് നേടിയത്? ഇന്ത്യ 6 വിക്കറ്റിനെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെപ്റ്റംബർ 28 നടന്നിട്ടുള്ള ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുള്ള മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചു. 17ാമത്തെ ഏഷ്യ കപ്പ് മത്സരമായിരുന്നു. ഇതിലാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത്. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുള്ള മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചു. എത്ര തവണ ഇന്ത്യ ഏഷ്യ കപ്പ് T20 ഇന്റർനാഷണലും ഏകദിനവും നേടിയിട്ടുണ്ട്? 9 തവണ. 7 ഏകദിനവും 2 T20യും. 9ാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യ ഈ ഒരു കപ്പ് നേടുന്നത്. അതായത് വൺ ഡേ ഇന്റർനാഷണൽ 7 ടൈംസും T20 ഇന്റർനാഷണൽ 2 ടൈംസുമാണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയാണ്. രണ്ടാമത്തെ രാജ്യം ആണ് ശ്രീലങ്ക. ഏറ്റവും കൂടുതലായിട്ട് ടൈറ്റിൽ കരസ്ഥമാക്കിയിട്ടുള്ള രാജ്യം മൂന്നാമത്തേത് പാകിസ്ഥാൻ ആണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ ഇന്ത്യ, ദെൻ ശ്രീലങ്ക, ദെൻ പാകിസ്ഥാൻ. 2025 സെപ്റ്റംബർ 28 ആരിൽ നിന്ന് ഏഷ്യ കപ്പ് സ്വീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചു? പാകിസ്ഥാൻ മന്ത്രിയും ACC പ്രസിഡന്റ് ആയിട്ടുള്ള മോഹ്സിൻ നഖ്വിയും. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കൗൺസിലിലെ പ്രസിഡന്റ് ആണ് മോഹ്സിൻ നഖ്വി. അദ്ദേഹം പാകിസ്ഥാന്റെ മിനിസ്റ്റർ കൂടിയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇന്ത്യ ട്രോഫി വാങ്ങാൻ വിസമ്മതിച്ചു. മത്സരത്തിന് ശേഷം ആ ഒരു പ്രസന്റേഷൻ സെറിമണി കുറെ വൈകി. ഇന്ത്യ പാകിസ്ഥാൻ മിനിസ്റ്ററും ACC പ്രസിഡന്റ് ആയിട്ടുള്ള മോഹ്സിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി വാങ്ങാൻ വിസമ്മതിച്ചതുകൊണ്ട് ട്രോഫി ഇല്ലാതെ തന്നെയാണ് ആഘോഷിച്ചിട്ടുള്ളത്, ആ വിജയം ആഘോഷിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ് ട്രോഫി വാങ്ങാൻ വിസമ്മതിച്ചിട്ടുള്ളത്. അത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലാണ്. ACC പ്രസിഡന്റ് ആണ് ഇപ്പോഴത്തെ മോഹ്സിൻ നഖ്വി. 2025 സെപ്റ്റംബർ 28 ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഏഷ്യ കപ്പിൽ ആരാണ് പ്ലെയർ ഓഫ് ദി മാച്ച്? തിലക് വർമ്മ. ഇന്ത്യയുടെ താരമായിട്ടുള്ള തിലക് വർമ്മയാണ് ഏഷ്യ കപ്പിൽ ഇന്ത്യയെ വിജയിക്കുന്നതിന് വേണ്ടി ചുക്കാൻ പിടിച്ചിട്ടുള്ള താരം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ദ 18-year-old ഇന്ത്യൻ ശീതൽ ദേവി സ്ക്രിപ്റ്റഡ് ഹിസ്റ്ററി. 18 വയസ്സുള്ള ഇന്ത്യൻ വനിത ശീതൽ ദേവി ചരിത്രം കുറിച്ചു. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. 18 വയസ്സുള്ള പെൺകുട്ടിയാണ് ഇന്നിപ്പോൾ ലോക ചാമ്പ്യൻ ആയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കോമ്പൗണ്ട് വ്യക്തിഗത വിഭാഗത്തിൽ ലോക ചാമ്പ്യൻഷിപ്പ് സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ആർച്ചറി താരം ആരാണ്? ശീതൽ ദേവി. കേവലം 18 വയസ്സ്. ജമ്മു സ്വദേശിയായിട്ടുള്ള ശീതൽ ദേവി വേൾഡ് ആർച്ചറിയിലെ കോമ്പൗണ്ട് എന്ന ആ ഒരു വിഭാഗത്തിൽ ചാമ്പ്യനായി. ആ ഒരു മനക്കരുത്തും ഡെഡിക്കേഷൻ തന്നെ പറയാൻ പറ്റും. 18 വയസ്സുള്ള ശീതൽ ദേവി, 2 കൈകൾ ഇല്ലാത്ത ശീതൽ ദേവിയാണ് ആർച്ചറിയിൽ പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കരസ്ഥമാക്കുന്നത്. പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വനിതാ കോമ്പൗണ്ട് വ്യക്തിഗത വിഭാഗത്തിൽ സ്വർണം നേടിയ ശീതൽ ദേവി ആരെയാണ് പരാജയപ്പെടുത്തിയത്? തുർക്കിയുടെ ലോക 1-ാം നമ്പർ താരം ഓസ്നൂർ ക്യൂർ ഗേഡി. തുർക്കിയുടെ അതുപോലെ തന്നെ വേൾഡ് നമ്പർ 1 താരമാണ് ഓസ്നൂർ ക്യൂർ ഗേഡി. ഓസ്നൂർ ക്യൂർ ഗേഡിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ ജമ്മു സ്വദേശിയായിട്ടുള്ള ശീതൽ ദേവി വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്, ഗോൾഡ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇതിലൂടെ തന്നെ ചാമ്പ്യനായി. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനം ലഭിക്കുന്നത്. അതായത് ആർച്ചറിയിലെ പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായിട്ട് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ് ശീതൽ ദേവി. പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നത്? ഗ്വാൻജു, റിപ്പബ്ലിക് ഓഫ് കൊറിയ. കൊറിയയിലെ ഒരു പ്രദേശമാണ് ഗ്വാൻജു. ഇവിടെ വെച്ചാണ് പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ന്യൂ റംസാർ സൈറ്റ് ആസ് മൈൽ സ്റ്റോൺ ഇൻ ദി ഇന്ത്യാസ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ ഡ്രൈവ്. ഇന്ത്യയുടെ തണ്ണീർത്തട സംരക്ഷണ നീക്കത്തിലെ നാഴികക്കല്ലായി പുതിയ റംസാർ സൈറ്റുകൾ.
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്, അതായത് ഇന്ത്യയിൽ വീണ്ടും 2 റംസാർ സൈറ്റുകൾ ആഡ് ചെയ്യപ്പെട്ടു. ഇത് ഒരു പുതിയ വാർത്ത തന്നെയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അടുത്തിടെ ഇന്ത്യയുടെ റംസാർ സൈറ്റുകളുടെ പട്ടികയിൽ ബീഹാറിൽ നിന്ന് എത്ര റംസാർ സൈറ്റുകൾ ചേർത്തു? 2. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്, അതായത് ബീഹാറിലെ 2 തണ്ണീർത്തടങ്ങൾ അത് റംസാർ സൈറ്റുകൾ ആയിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഇന്ത്യ മാത്രമല്ല, വേൾഡിൽ തന്നെ പറയുമ്പോൾ തണ്ണീർത്തടങ്ങൾ അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റംസാർ സൈറ്റുകൾ എന്ന രീതിയിൽ അതിനെ കൂട്ടിച്ചേർക്കുന്നത്. ഇതനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2 സൈറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ബീഹാറിൽ നിന്ന് ഇന്ത്യയുടെ റംസാർ സൈറ്റുകളുടെ പട്ടികയിൽ ചേർത്ത 2 റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? ബക്സർ ജില്ലയിലെ ഗോകുൽ ജലാശയം, ഉദയ്പൂർ ഝീൽ. ബീഹാറിലെ 2 വളരെ പ്രധാനപ്പെട്ട തണ്ണീർത്തടങ്ങൾ ആണ്. ഒന്ന് ബക്സർ ജില്ലയിലുള്ള ഗോകുൽ ജലാശയം, മറ്റൊന്ന് ഉദയ്പൂരിലുള്ള ഝീൽ എന്ന, അതായത് 319 ഹെക്ടർ ഭൂപ്രദേശത്ത് പരന്നു കിടക്കുന്ന ഝീൽ എന്ന, ഉദയ്പൂർ ഝീൽ എന്ന് പറയുന്ന ജലാശയം. 2025 സെപ്റ്റംബർ വരെ ഇന്ത്യക്ക് എത്ര റംസാർ സൈറ്റുകളുണ്ട്? 93 റംസാർ സൈറ്റ്സ് ആണ് ഇന്ത്യയിലുള്ളത്. കേരളത്തിലാണെങ്കിൽ 3 റംസാർ സൈറ്റ് ആണുള്ളത്. ഒന്ന് വേമ്പനാട് കായൽ, അഷ്ടമുടി കായൽ, കൂടാതെ ശാസ്താംകോട്ട കായൽ. ലോകത്തിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ റാങ്ക് എന്താണ്? 3-ാം റാങ്ക്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള രാജ്യങ്ങളിൽ 3-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. അതായത് ഏഷ്യ പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന രാജ്യം എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ത്യയാണ്. ഇന്ത്യയേക്കാൾ കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള 2 രാജ്യങ്ങൾ ഏതാണ്? UK, മെക്സിക്കോ. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന രാജ്യം UK ആണ്, 176 റംസാർ സൈറ്റും. തൊട്ടുപുറകെ നിൽക്കുന്ന രാജ്യം മെക്സിക്കോ ആണ്, 144. ഇന്ത്യ ആണെങ്കിൽ 93 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക്. അതുപോലെ തന്നെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റ് ഉള്ള രാജ്യം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ദി ഇന്ത്യൻ ആർമി സെലിബ്രേറ്റഡ് ദി 199th ഗണ്ണേഴ്സ് ഡേ. ഇന്ത്യൻ സൈന്യം 199ാമത് ഗണ്ണേഴ്സ് ദിനം ആഘോഷിച്ചു. ഏത് റെജിമെന്റ് ആണ് 199ാമത്തെ ഗണ്ണേഴ്സ് ഡേ ആയിട്ട് ആഘോഷിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ സൈന്യത്തിന്റെ 5ാമത്തെ മൗണ്ട് ബാറ്ററി ഏത് തീയതിയിലാണ് സ്ഥാപിതമായത്? 1827 സെപ്റ്റംബർ 28. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗണ്ണേഴ്സ് ഡേ ആഘോഷിച്ച ഒരു റെജിമെന്റ് എന്ന് പറയുമ്പോൾ അത് മൗണ്ട് ബാറ്ററി ഓഫ് ദി ഇന്ത്യൻ ആർമിയാണ്. 1827 സെപ്റ്റംബർ 28, അതായത് 199 വർഷം മുമ്പ് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ ഒരു റെജിമെന്റ് ആണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഏത് യൂണിറ്റാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 28 ഗണ്ണേഴ്സ് ദിനം ആഘോഷിക്കുന്നത്? ആർട്ടിലറി റെജിമെന്റ്. റെജിമെന്റ് ഓഫ് ആർട്ടിലറി അതിന്റെ ഭാഗമായിട്ടുള്ള 5 മൗണ്ടൻ ബാറ്ററി. ഈ ഒരു ഓർഗനൈസേഷൻ ആണ് ഗണ്ണേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. റെജിമെന്റ് ഓഫ് ആർട്ടിലറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ മൗണ്ട് ബാറ്ററി ഏത് ആർട്ടിലറിയുടെ ഭാഗമാണ്? റെജിമെന്റ് ഓഫ് ആർട്ടിലറി. റെജിമെന്റ് ഓഫ് ആർട്ടിലറിയുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ് 5 മൗണ്ടൻ ബാറ്ററി. ഈ ഒരു റെജിമെന്റ് ആണ് സെപ്റ്റംബർ 28 199ാമത്തെ ഗണ്ണേഴ്സ് ഡേ ആയിട്ട് ആഘോഷിച്ചിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, പ്രൈം മിനിസ്റ്റർ മോദി ലോഞ്ചസ് ഓവർ 97,500 മൊബൈൽ 4G ടവർ. പ്രധാനമന്ത്രി മോദി 97,500-ലധികം മൊബൈൽ 4G ടവറുകൾ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ടോട്ടൽ ഉള്ള മൊബൈൽ ഫോണിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ അത് 97,500 എബോ ആയി മാറിയിരിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 27 വരെ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എത്ര മൊബൈൽ 4G ടവറുകൾ നിർമ്മിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു? 97,500-ലധികം മൊബൈൽ ടവറുകൾ. 97,500 മൊബൈൽ ഫോണുകൾ. ഇവയെല്ലാം തന്നെ നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ടെക്നോളജി ഉപയോഗിച്ചാണ്. ആ ഒരു കാര്യത്തിൽ ഇന്നിപ്പോൾ ഇന്ത്യ ടോപ്പ് ലെവലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 27 വരെ കണക്കനുസരിച്ച് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള മൊബൈൽ ടവേഴ്സ് എന്ന് പറയുമ്പോൾ 97,500 മുകളിലാണ്. 2025 സെപ്റ്റംബർ 27 വരെ തദ്ദേശീയ ടെലികോം സാങ്കേതികവിദ്യയുടെ തിരഞ്ഞെടുത്ത ഗ്രൂപ്പിൽ എത്ര രാജ്യങ്ങളുണ്ട്? ചൈന, ഡെൻമാർക്ക്, ദക്ഷിണ കൊറിയ, സ്വീഡൻ, ഇന്ത്യ. അതായത് ഈ ഒരു ഗ്രൂപ്പ്
പ്രധാനമായിട്ടും പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ടെക്നോളജികൾ ഉപയോഗിക്കാതെ തന്നെ നിർമ്മിച്ചിട്ടുള്ള മൊബൈൽ ടവേഴ്സ് ആണ് ഇന്ത്യയും അതിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്, ടെക്നോളജി ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇന്ത്യയുടെ എല്ലാ മൊബൈൽ ടവേഴ്സും. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഇപ്പോൾ സെലക്ട് ഗ്രൂപ്പ് ഓഫ് ഹോം ഗ്രൗണ്ട് ടെലികോം ടെക്നോളജി എന്ന ആ ഒരു വിഭാഗത്തിൽ എത്തിയിരിക്കുകയാണ്. ടോട്ടൽ 5 രാജ്യങ്ങൾ മാത്രമേ ഇപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ഉള്ളൂ. അത് ചൈന, ഡെൻമാർക്ക്, സൗത്ത് കൊറിയ, സ്വീഡൻ ആൻഡ് ഇന്ത്യയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് BCCI നെയിംസ് മിഥുൻ മൻഹാസ് ആസ് ദി 37th പ്രസിഡന്റ്. BCCIയുടെ 37ാമത് പ്രസിഡന്റായി മിഥുൻ മൻഹാസിനെ നാമനിർദ്ദേശം ചെയ്തു. മിഥുൻ മൻഹാസ് 37ാമത്തെ പ്രസിഡന്റ് ആണ്. മിഥുൻ മൻഹാസ് ആണെങ്കിൽ 36ാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ 37ാമത് പ്രസിഡന്റായി ആരെയാണ് തിരഞ്ഞെടുത്തത്? മിഥുൻ മൻഹാസ്. 37ാമത്തെ പ്രസിഡന്റ് ആണ് മിഥുൻ മൻഹാസ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് BCCIയുടെ അതായത് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആണ് മിഥുൻ മൻഹാസ്. ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിച്ച ആദ്യ കളിക്കാരൻ ആരാണ്? മിഥുൻ മൻഹാസ്. അപ്പോൾ IPL കളിച്ചിട്ടുള്ള ഒരു വ്യക്തി, അതും ജമ്മു കാശ്മീരിൽ നിന്ന് ആദ്യമായിട്ട് കളിച്ചിട്ടുള്ള വ്യക്തിയാണ് മിഥുൻ മൻഹാസ്. അദ്ദേഹമാണ് ഇപ്പോൾ 37th പ്രസിഡന്റ് ഓഫ് BCCI. ഇന്ത്യയിലെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ 36ാമത് പ്രസിഡന്റ് ആരായിരുന്നു? റോജർ ബിന്നി. 36ാമത്തെ പ്രസിഡന്റ് റോജർ ബിന്നി. അതിനു മുമ്പ് സൗരവ് ഗാംഗുലി ആയിരുന്നു 35ാമത്തെ പ്രസിഡന്റ്. പിന്നീട് 36ാമത്തത് റോജർ ബിന്നിയായി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 37ാമത്തെ പ്രസിഡന്റ് ആണ് മിഥുൻ മൻഹാസ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ലാസ്റ്റ് ഹെഡിംഗ്, ശൈലേഷ് കുമാർ സെറ്റ് എ ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് ഇൻ ദി മെൻസ് ഹൈ ജമ്പ്. പുരുഷ ഹൈ ജമ്പിൽ ശൈലേഷ് കുമാർ ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് സ്ഥാപിച്ചു. ഏത് മത്സരത്തിലാണ് ശൈലേഷ് കുമാർ ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് തകർത്തിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ന്യൂഡൽഹിയിൽ 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഹൈ ജമ്പ് T63ൽ 1.91 മീറ്റർ ചാടി ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ്? ശൈലേഷ് കുമാർ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇത് ന്യൂഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 1.91 മീറ്റർ ചാടിക്കൊണ്ട് മെൻസ് ഹൈ ജമ്പ് T63 എന്ന കാറ്റഗറിയിൽ ശൈലേഷ് കുമാർ റെക്കോർഡ് സൃഷ്ടിച്ചു. 2025 ന്യൂഡൽഹിയിൽ നടന്ന ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? ശൈലേഷ് കുമാർ. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഫസ്റ്റ് ഗോൾഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ് ശൈലേഷ് കുമാർ. ബീഹാർ സ്വദേശിയായിട്ടുള്ള ശൈലേഷ് കുമാർ ഇന്നലെ ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ അദ്ദേഹത്തിന് 75 lakhs സമ്മാനത്തുകയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശൈലേഷ് കുമാറിനെ. ശൈലേഷ് കുമാർ ആണ് ആദ്യത്തെ വ്യക്തി വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആദ്യ ഗോൾഡ് ഇന്ത്യക്ക് വേണ്ടി നേടുന്നത്. നമ്മളിത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഴ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.